ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹവിടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്ലേറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഒട്ടുമിക്ക കൂട്ടുകാർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും, എന്നിരുന്നാൽ പോലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനെ പറ്റി വിശദമായിട്ടൊന്ന് നോക്കാം. അതിനു മുമ്പായി കൂട്ടുകാർ ചെയ്യേണ്ടത് ഹവിടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. യു ഡിക്ഷണറി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രൈമറി ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. നമുക്കത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. തൽക്കാലം നമുക്ക് മലയാളം തന്നെ ചൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഓഫ്ലൈൻ പാക്കേജ് വേണമെങ്കിൽ ഇവിടെ ഈ ടിക്ക് മാർക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഡൺ കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് നമ്മുടെ വാട്സപ്പിലും മറ്റും വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് മലയാളത്തിലോട്ടാക്കാം. അങ്ങനെ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് ഇതുപോലെ കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ യു ഡിക്ഷണറി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് മലയാളത്തിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് സ്ക്രീനിൽ ഇപ്പോൾ അത് കാണാൻ സാധിക്കും. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമേ ആയിരിക്കത്തില്ല. അതുപോലെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഇംഗ്ലീഷ് മെസ്സേജ് നമുക്ക് വായിച്ച് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിൻ്റെ പ്രൊനൗൺസിയേഷൻ കേൾക്കാൻ സാധിക്കുന്നതാണ്. India is a country in South Asia. It is the 7th largest country by area, the second most populous country, and the most populous democracy in the മലയാളത്തിലുള്ള പ്രൊനൗൺസിയേഷൻ ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ കൂട്ടുകാർ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന ടെക്സ്റ്റിനൊരു ലിമിറ്റുണ്ട്. ഇത്ര ലിമിറ്റുള്ള സെൻറ്റൻസ് മാത്രമേ, അതായത് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട്. ഒരു ഫിക്സഡ് ലെന്ത് വരെ അത് ആക്സസ് ചെയ്യത്തുള്ളൂ. അതൊരു ചെറിയ പോരായിക എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. എന്നിരുന്നാൽ പോലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് പെർഫെക്റ്റായിട്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കതും കൂടെ നോക്കാം. ഇവിടെ ക്യാമറ അതുപോലെ കോൺവെർസേഷൻ എന്നീ 2 ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് കോൺവെർസേഷൻ എന്നതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് എന്തെന്ന് നോക്കാം. ഇവിടെ താഴോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ടു സ്പീക്ക് എന്നൊരു ഓപ്ഷൻ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ താഴെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നീ 2 ഓപ്ഷനും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് നമുക്കിവിടെ പറയാം. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ചാൾസ് ബാബേജ്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കോൺവെർസേഷൻ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ കോൺവെർസേഷനും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇനി നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിലോട്ടാക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഇപ്പോൾ കൂട്ടുകാർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് അത് ഇംഗ്ലീഷിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് മാത്രമല്ല, നമ്മുടെ വോയിസ് മെസ്സേജിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ വഴി. ഇനി നമുക്ക് അടുത്ത ഫീച്ചറായ ക്യാമറ എന്നത് നോക്കാം. ക്യാമറ എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അത് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ ക്യാമറയിൽ പകർത്തുക.
അതിനുശേഷം ഇതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് മാത്രം ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഒരു ലിമിറ്റിൽ കൂടുതലുള്ള വേർഡ്സും കാര്യങ്ങളൊന്നും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ലെറ്റർ മാത്രം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ കൊടുത്ത ആ ടെക്സ്റ്റ് ഇവിടെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്ത ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്കതിന് സാധിക്കും. എഡിറ്റ് ഒറിജിനൽ ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്താണോ മാറ്റം വരുത്തേണ്ടത് അത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഇമേജ് ഈ ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ഈ ആൽബം എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കൂട്ടുകാർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്ത ടെക്സ്റ്റ് ഇപ്പോൾ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതും വളരെ അക്യുറേറ്റ് ആയിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വേർഡാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ വേർഡിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്യാമറ ഇതുപോലെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീനിങ് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്യാമറ ഫീച്ചർ ഉപയോഗിച്ച് വേർഡിൻ്റെയൊക്കെ മീനിങ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഇപ്പോൾ ക്യാമറ സപ്പോർട്ട് ചെയ്തുള്ളൂ. അതായത് നമുക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലോട്ട് തൽക്കാലം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ലാംഗ്വേജ് ഒരു പ്രശ്നമേ ആവത്തില്ല. എന്തും കൃത്യമായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.